ഭാരതീയ പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റഷ്യൻ നിർമ്മിത S-400 ട്രയംഫിൻ്റെ 4ാമത്തെ യൂണിറ്റ് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. രാജസ്ഥാൻ അതിർത്തിയിൽ ഈ സംവിധാനം വിന്യസിക്കപ്പെടുമ്പോൾ അത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുകയാണ്. മെയ് മാസം അവസാനത്തോടെ ഇന്ത്യയിലെത്തുന്ന ഈ പുതിയ കരുത്ത് പാകിസ്ഥാൻ അതിർത്തിയിലെ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് ഒരു അഭേദ്യമായ കവചം തീർക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമ സാന്നിധ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ് ഇതെന്ന് പ്രതിരോധ വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നു. S-400 ട്രയംഫ് എന്നത് വെറുമൊരു മിസൈൽ വിക്ഷേപണിയല്ല, മറിച്ച് നൂതനമായ റഡാർ സാങ്കേതിക വിദ്യയും അതിവേഗ മിസൈലുകളും കോർത്തിണക്കിയ ഒരു സംയോജിത സംവിധാനമാണ്. 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഒരുപോലെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. രാജസ്ഥാനിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇത് വിന്യസിക്കപ്പെടുന്നതോടെ പാകിസ്ഥാനിലെ സിന്ധു നദിക്ക് അപ്പുറമുള്ള പ്രദേശങ്ങൾ പോലും ഇന്ത്യൻ നിരീക്ഷണ വലയത്തിലാകും. ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുയരുന്ന ഏത് വിമാനവും ഇന്ത്യയുടെ റഡാർ കണ്ണുകളിൽ പെടുകയും അവ അതിർത്തി ലംഘിക്കുന്നതിന് മുമ്പ് തന്നെ തകർക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് അതിർത്തി സുരക്ഷയിൽ വരുത്തുന്ന വിപ്ലവകരമായ മാറ്റമാണ്. ഈ സന്ദർഭത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തെക്കുറിച്ച് പ്രതിരോധ റിപ്പോർട്ടുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. S-400 സംവിധാനം അതിൻ്റെ പ്രഹരശേഷി തെളിയിച്ച ഒരു നിർണായക ഘട്ടമായിരുന്നു ഇത്. ഈ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യ വിക്ഷേപിച്ച 11 S-400 മിസൈലുകൾ ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങളെയും എയർലി വാർണിംഗ് സംവിധാനങ്ങളെയും ഗതാഗത വിമാനങ്ങളെയും കൃത്യമായി തകർത്തിരുന്നു. യുദ്ധമുഖത്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംവിധാനം എന്ന നിലയിൽ S-400 നൽകുന്ന വിശ്വാസ്യത വളരെ വലുതാണ്. ഈ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ത്യ 5 യൂണിറ്റുകൾക്ക് പുറമെ 5 യൂണിറ്റുകൾ കൂടി അധികമായി വാങ്ങാൻ തീരുമാനിച്ചത്. ഇത് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലോകത്തിലെ തന്നെ മുൻനിര ശക്തിയാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കെ തന്നെ ഈ കൈമാറ്റം നടക്കുന്നു എന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദൃഢമായ നയതന്ത്ര ബന്ധത്തിൻ്റെ തെളിവ് കൂടിയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ചും സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വിജയം കൂടിയാണിത്. 5ാമത്തെയും അവസാനത്തെയും യൂണിറ്റ് ഈ വർഷം നവംബറോടെ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ കരാർ പ്രകാരമുള്ള ആദ്യഘട്ട വിതരണം പൂർത്തിയാകും. എന്നാൽ ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവയുടെ അറ്റകുറ്റപ്പണികൾക്കും സാങ്കേതിക കൈമാറ്റത്തിനും ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ തന്നെ S-400 സംവിധാനങ്ങളുടെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ സെൻ്ററുകൾ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. S-400 ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് പാൻസിർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട്. ഇതിൽ 12 നേരിട്ട് വാങ്ങുകയും 40ഓളം എണ്ണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ പാൻസിൻ പോലെയുള്ള ഷോർട്ട് റേഞ്ച് സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. S-400 വലിയ ലക്ഷ്യങ്ങളെ തകർക്കുമ്പോൾ ഡ്രോണുകളെയും ലോയിറ്ററിംഗ് മ്യൂണിഷനുകളെയും തകർക്കാൻ പാൻസിൻ മുൻപന്തിയിൽ നിൽക്കും. ഈ ഒരു മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റം, അതായത് പല അടരുകളുള്ള പ്രതിരോധ കവചമാണ് ഇന്ത്യ ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കഴിഞ്ഞ മാസം മാത്രം കോടിക്കണക്കിന് രൂപയുടെ പ്രതിരോധ നിർദ്ദേശങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. S-400 മിസൈലുകൾക്ക് പുറമെ പുതിയ മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങളും സായുധ ഡ്രോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. കാലപ്പഴക്കം ചെന്ന AN-32 EL-76 വിമാനങ്ങൾക്ക് പകരം പുതിയവ എത്തുന്നതോടെ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലാകും. കരസേനയുടെ കരുത്ത് കൂട്ടാൻ ധനുഷ് ഗൺ സിസ്റ്റവും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും എത്തുന്നതോടെ അതിർത്തിയിലെ സുരക്ഷാ സന്നാഹങ്ങൾ പൂർണ്ണമാകും. 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയെ വേഗത്തിലാക്കുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഈ നവീകരണത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. കടൽ മാർഗമുള്ള നുഴഞ്ഞുകയറ്റങ്ങളും കള്ളക്കടത്തും തടയാൻ അത്യാധുനിക എയർ കുഷൻ വെഹിക്കിളുകളും നിരീക്ഷണ സംവിധാനങ്ങളും വരും ദിവസങ്ങളിൽ സജ്ജമാകും. ഒരു രാജ്യം അതിൻ്റെ അതിർത്തികൾ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഒരേപോലെ സംരക്ഷിക്കുമ്പോഴാണ് ആ രാജ്യം യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നത്. ഇന്ത്യ ഇപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്. രാജസ്ഥാനിലെ മണൽപ്പരപ്പുകളിൽ വിന്യസിക്കപ്പെടുന്ന S-400 യൂണിറ്റുകൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കണ്ണു വയ്ക്കുന്നവർക്ക് ആകാശത്ത് വെച്ച് തന്നെ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ്. ഈ പ്രതിരോധ നവീകരണം മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനും ഭീകരവാദ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുമെന്ന് നിസ്സംശയം പറയാം.
നവഭാരതത്തിൻ്റെ കരുത്താർജിച്ച വ്യോമ പ്രതിരോധ നിര വരും തലമുറകൾക്ക് സുരക്ഷിതമായ ഒരു ആകാശമാണ് ഉറപ്പു നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.